ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, പുതുവത്സരം, പുതിയ തുടക്കത്തിന്റെ സുഗന്ധം. മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ, പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ. ഈ പുതുവത്സരം 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വപ്നങ്ങൾ മാത്രം പോരാ, അല്ലേ? അവയെ യാഥാർത്ഥ്യമാക്കാൻ നാം പ്രവർത്തിക്കണം. പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ധനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്കൊരു ശക്തമായ ഉപകരണം ഉപയോഗിക്കാം. അതാണ് വിഷൻ ബോർഡ്. ഒരു വിഷൻ ബോർഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ദൃശ്യപ്രതിനിധാനമാണ്. ചിത്രങ്ങൾ, വാക്കുകൾ, പ്രചോദനാത്മക ഉദ്ധരണികൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രതിനിധീകരിക്കുന്ന മറ്റു ചില വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കുന്ന ഒരു കൊളാഷ് പോലെയാണത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ ചിത്രങ്ങളും വാക്കുകളും എങ്ങനെയാണ് എന്റെ ജീവിതം മാറ്റുകയെന്ന്. അത് അത്ഭുതമല്ല, മാജിക് അല്ല. ഇത് മനസ്സിന്റെ ശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം. നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിന്റെ ഒരു ചിത്രം വെക്കുക. അതിനോടൊപ്പം ഞാൻ എന്റെ സ്വപ്ന വീട് വാങ്ങും, അല്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ് എന്നീ വാക്കുകൾ എഴുതുക. ഇപ്പോൾ നിങ്ങൾ ഈ ബോർഡ് നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കുന്നു. ദിവസവും രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങൾ ഈ ബോർഡ് കാണുന്നു. നിങ്ങളുടെ മനസ്സ് ഈ ചിത്രവും വാക്കുകളും നിരന്തരം ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളെ പണം സമ്പാദിക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും, നിങ്ങളുടെ ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും, നിങ്ങളുടെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കും. എന്നാൽ ഓർമ്മിക്കുക, ഒരു വിഷൻ ബോർഡ് മാജിക് വഴിയല്ല. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. നിങ്ങൾ ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു വിഷൻ ബോർഡ് നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 2025 നിങ്ങൾ സാമ്പത്തികമായി എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു? കടങ്ങൾ തീർക്കണോ? ഒരു പുതിയ വീട് വാങ്ങണോ? കൂടുതൽ യാത്ര ചെയ്യണോ? നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കണോ? ഈ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി നിർവചിക്കുക. ഉദാഹരണത്തിന്, കൂടുതൽ പണം സമ്പാദിക്കണം എന്നത് വളരെ അവ്യക്തമാണ്. ഈ വർഷം ഞാൻ എന്റെ വരുമാനം 20% വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വർഷം 50,000 രൂപ നിക്ഷേപിക്കും എന്നത് കൂടുതൽ വ്യക്തവും ലക്ഷ്യബോധമുള്ളതുമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കുക. ഇത് യാത്ര ചെയ്യുക, നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കുക, നിങ്ങളുടെ സ്വപ്ന വീട് വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും ഊർജവും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചെലവഴിക്കുക എന്നിവയെ അർത്ഥമാക്കാം. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ ശേഖരിക്കുക. സാമ്പത്തിക വിജയത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. പണം, നിക്ഷേപങ്ങൾ, ബിസിനസ് വളർച്ച, സമ്പത്ത് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ ശേഖരിക്കുക. പ്രചോദനാത്മക ഉദ്ധരണികൾ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പണം നിങ്ങളെ പിന്തുടരട്ടെ, നിങ്ങൾ പണത്തെ പിന്തുടരരുത്, അല്ലെങ്കിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെയാണ്, അല്ലാതെ അത് അന്വേഷിക്കുന്നതിലൂടെയല്ല എന്നിങ്ങനെയുള്ള ഉദ്ധരണികൾ നിങ്ങളുടെ ബോർഡിൽ ഉൾപ്പെടുത്തുക. ഇനി നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അതായത് ബജറ്റ് തയ്യാറാക്കൽ, നിക്ഷേപം തുടങ്ങൽ, കടം കുറയ്ക്കൽ, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യൽ എന്നിവ പോലെയുള്ള വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം. നിങ്ങളുടെ വിഷൻ ബോർഡിൽ ആഗ്രഹിക്കുന്ന കാറിന്റെ ഒരു ചിത്രം വെക്കുക. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ സ്വപ്നം എന്നെഴുതുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലക്ഷ്യം സാധിക്കുക? നിങ്ങൾക്കൊരു ബജറ്റ് തയ്യാറാക്കാം, നിങ്ങളുടെ ചെലവുകൾ കുറയ്ക്കാം, കൂടുതൽ പണം സമ്പാദിക്കാൻ പുതിയ വഴികൾ തേടാം, അല്ലെങ്കിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കാം. ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡിലും പ്രതിഫലിപ്പിക്കാം. നിക്ഷേപത്തെ പ്രതിനിധീകരിക്കുന്ന ചാർട്ടുകൾ, നിങ്ങളുടെ ബജറ്റ് പ്ലാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി എന്നിവ ഉൾപ്പെടുത്തുക. സാമ്പത്തിക വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇത് ക്ഷമയും നിരന്തരമായ പരിശ്രമവും ആവശ്യമാണ്. നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങളെ ഈ യാത്രയിൽ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ വിഷൻ ബോർഡ് പതിവായി പരിശോധിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്നതിനുള്ള പുരോഗതി നിരീക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറുമ്പോഴോ നിങ്ങളുടെ പുരോഗതി വിലയിരുത്തുമ്പോഴോ നിങ്ങളുടെ വിഷൻ ബോർഡ് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ പങ്കിടുക. ഇത് നിങ്ങളെ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങളുടെ ഓരോ ലക്ഷ്യങ്ങളും കൈവരിക്കുമ്പോൾ നിങ്ങളുടെ വിഷൻ ബോർഡിനെ ഒരു ആഘോഷമാക്കി മാറ്റുക. ഒരു പുതിയ കാർ വാങ്ങിയോ, നിങ്ങളുടെ കടം തീർത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആരംഭിച്ചോ, നിങ്ങളുടെ ലക്ഷ്യം കൈവരിച്ചുവെങ്കിൽ നിങ്ങളുടെ വിജയം ആഘോഷിക്കുക. നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങളുടെ ഈ നേട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക. സാമ്പത്തിക വിജയം എന്നത് ഒരു നിരന്തരമായ യാത്രയാണ്, ഒരു ലക്ഷ്യമല്ല. നിങ്ങൾ എപ്പോഴും പഠിക്കുകയും വളരുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കുക,
നിങ്ങളുടെ പണം എങ്ങനെ ഫലപ്രദമായി മാനേജ് ചെയ്യാമെന്ന് പഠിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു വിഷൻ ബോർഡ് ഉപയോഗിക്കുകയെന്നത് ഒരു ശക്തമായ ആശയമാണ്. എന്നാൽ ഓർമ്മിക്കുക, ഇത് ഒരു മാന്ത്രിക വടിയല്ല. നിങ്ങൾ ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു വിഷൻ ബോർഡ് നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ നിങ്ങളുടെ ഗൈഡ് സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ഇനി ഒട്ടും മടിക്കാതെ 2025 നിങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കാൻ ഇന്ന് തന്നെ തുടങ്ങുക. ഈ പുതുവത്സരം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ വർഷമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.